പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ പാസ്കൽ, സുപ്പീരിയർ സിസ്റ്റർ, വാർഡൻ സിസ്റ്റർ, സിസ്റ്റർ സജിത, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ചേച്ചിമാര്, കുഞ്ഞനുജിത്തിമാരെ, പാപ്പ, നല്ലൊരു സന്ധ്യ നമുക്കിവിടെ ക്രമീകൃതമായിരിക്കുന്നു. ക്രിസ്മസ് കാലം അടുത്തു വരുന്നതേ ഉള്ളൂ. എന്നാലും നമ്മുടെ ഈ ഹോസ്റ്റലിനെ സംബന്ധിച്ച് ക്രിസ്മസ് ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നു. വ്രതശുദ്ധിയോടെ നോമ്പ് നോക്കുന്നവരൊക്കെ ഇതിനകത്തുണ്ടാകാം. ഈ ക്രിസ്മസിനെ കുറിച്ച് അധികമൊന്നും അറിയാൻ പാടില്ലാത്തവരുണ്ടാകാം, ഒട്ടും അറിയാൻ വയ്യാത്തവരുണ്ടാകാം. ബാഹ്യമായ ചടങ്ങുകളിലും മോടികളിലുമൊക്കെ കണ്ടു പോകുന്നവരുണ്ടാകാം. എന്നാലും മനുഷ്യ മക്കളുടെ എല്ലാം ഒരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കും. എല്ലാ വീടുകളിലും ഒരു ക്രിസ്മസ് വിളക്കെങ്കിലും, അല്ലെങ്കിൽ പോയി വരുന്ന കരോൾ ഗാനക്കാരെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി ഗാനങ്ങൾ ആലപിച്ച് അത് പങ്കുവയ്ക്കപ്പെടുന്ന എല്ലാ ഭവനങ്ങളും നമ്മുടെ ഭാരതത്തിലുണ്ട്. ആ തനിമയിലും ശൈലിയിലുമൊക്കെ ഈ ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു അല്പമെങ്കിലും. ഇന്ന് ഈ ക്രിസ്മസും മറ്റാഘോഷങ്ങളൊക്കെ വ്യവസായവൽക്കരിക്കപ്പെട്ടില്ലേ എന്ന ഒരു തോന്നൽ. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയുടെ മഹത്വവും വ്രതശുദ്ധിയുമൊക്കെ എവിടെ നിൽക്കുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ജാതിമതഭേദമന്യേ എല്ലാ മനുഷ്യരും ഇന്നത് കമ്പോളങ്ങളിൽ വിലയ്ക്ക് വേണ്ടി മാത്രം ക്രിസ്മസ് വിളക്കുകളും ബാക്കിയുള്ളതെല്ലാം തൂക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പോളവൽക്കരണത്തിലേക്ക് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നീണ്ടുപോകുന്നില്ലേ എന്നൊരു തോന്നൽ. അതിൽ നിന്നൊക്കെ മാറി നമുക്കായിരിക്കുന്ന ഇടങ്ങളൊക്കെ ക്രിസ്മസിൻ്റെ അനുഭവങ്ങളിലേക്ക് മാറ്റാൻ നമ്മളെ കൊണ്ടൊക്കെ ആകണം. അപ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ കൊണ്ടും വ്രതശുദ്ധിയോടെയുള്ള നോമ്പ് നോക്കൽ കൊണ്ടും ഒക്കെ നമുക്ക് ഈ ക്രിസ്മസിന് ഒരർത്ഥം ഉണ്ടാവുകയുള്ളൂ. പണ്ട് കാലങ്ങൾ ഓർക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാനൊക്കെ സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം നിന്ന് പഠിച്ചവരാണ്. 25 ദിവസം ആകുമ്പോഴത്തേക്കും ആദ്യം മുതൽ എഴുതിയിടും 25 ദിവസം എന്തൊക്കെ ചെയ്തു വെക്കണം ഉണ്ണിക്ക് വേണ്ടി. പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു വെക്കണം. ഉടുപ്പ്, സോക്സ്, തലേണ, പായ എന്ന് വേണ്ട 25 എണ്ണം എണ്ണിപ്പറക്കി വെക്കും. ഭയങ്കര ആകാംക്ഷയാണ്. കുർബാന കഴിഞ്ഞിട്ട് ഓടിപ്പോകും. അവിടെ തൂക്കിയിരിക്കുന്നതിനകത്ത് ആ പേപ്പർ കാർഡിനകത്ത് എന്താ ഇന്നത്തേതെന്ന്. അന്നീ ആശയടക്കമോ സുഹൃത ജപമോ ഒന്നും അറിയില്ല. അപ്പം സിസ്റ്റേഴ്സിനോട് ചോദിക്കും, എന്താ ഈ ആശയടക്കം അല്ലെങ്കിൽ സുഹൃത ജപം? ഒരു കുട്ടി പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഇന്ന് എന്തായിരുന്നു കുഞ്ഞെ? ഇന്ന് ആശയടക്കമായിരുന്നു. അതെന്താന്ന് കുഞ്ഞിനറിയാമോ? ഇല്ല. ആശയ്ക്ക് കൊടുക്കാനുള്ള കടമായിരുന്നു ആശയടക്കം എന്നാണ് ആ കുട്ടി പറഞ്ഞു വെച്ചത്. എന്നുവെച്ചാൽ കുഞ്ഞു കാലത്ത് ഇതെന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയാത്തിരുന്നൊരു കാലത്ത് നമ്മളൊക്കെ ഇതൊക്കെ അനുവർത്തിച്ചിരുന്നു. നമ്മൾ പ്രായമായി വരുന്തോറുമൊക്കെ ഇത് കമ്പോളവൽക്കരിക്കപ്പെടുകയോ ആഘോഷങ്ങൾ മാത്രം ഒതുങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എന്ന് വിളിച്ചോതുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ആട്ടവും പാട്ടും കളികളും ചിരികളും ഒക്കെ ആയിട്ടാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സുകളിൽ, വ്രതം നോക്കുന്നവരുടെയൊക്കെ മനസ്സുകളിൽ ആ വ്രതശുദ്ധിയോട് കൂടിയാണ് ഇന്ന് ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷമുണ്ട് ഈ ഒരു വർഷം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ എനിക്ക് കിട്ടിയ ഈ ഭാഗ്യം. ഞാനൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. കഥ ഇപ്രകാരമാണ്. അങ്ങ് ദൂരെ നടന്നതാണ്, ഇവിടെങ്ങും അല്ല കേട്ടോ. ഒരു കുഞ്ഞിൻ്റെ മുത്തശ്ശന് ജോലി തടിപ്പണിയാണ്. തടിയിലുണ്ടാകുന്ന എല്ലാ ഉപകരണങ്ങളും വിറ്റ് കിട്ടിയ കാശുകൊണ്ടാണ് അവർ ഓരോ ദിവസവും ആ വീട് കഴിഞ്ഞു പോകുന്നത്. ഒരു ദിവസം ഇവനെ പണിസ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് കാലമാകുമ്പോൾ ആ അപ്പൂപ്പൻ
മരത്തിൽ കൊത്തിവെക്കുന്നത് മുഴുവനും പുൽക്കൂട്ടിൽ വെക്കാനുള്ള സാധനങ്ങളാണ്. ആ കൂട്ടത്തിൽ ഇവൻ ചെന്ന് നിന്നപ്പോൾ ഉണ്ണിയേശുവിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. കൊച്ചുകുട്ടിയാണ്. അവൻ ഉണ്ണിയെ തന്നെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അവൻ ആദ്യം കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ ഉണ്ണി മെല്ലെ ആ മരത്തിൽ കൊത്തി വെച്ചിരിക്കുന്ന ഉണ്ണി മെല്ലെ കണ്ണു ചിമ്മാൻ തുടങ്ങി. അവനെ നോക്കി. അവന് ചിരി വന്നു. ആകാംക്ഷയോടെ അവൻ വീണ്ടും നോക്കിയപ്പോൾ അവൻ കണ്ടത് ഉണ്ണി അവനെ നോക്കി നന്നായി ചിരിക്കാൻ തുടങ്ങി. അപ്പം അവന് കരച്ചിൽ വന്നു. അവന് ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ ഉണ്ണിയേശു ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇതാണ്, ഉണ്ണിയേശുവേ, നീ എനിക്ക് കണ്ണു ചിമ്മി എന്നെ നോക്കി, നീ ചിരിച്ചു, പക്ഷേ എൻ്റെ കയ്യിൽ നിനക്ക് വേണ്ടി തരാൻ ഒന്നുമില്ല. ഉണ്ണിയേശു പറഞ്ഞു, സാരമില്ല, ഞാൻ 3 കാര്യങ്ങൾ നിൻ്റെ അടുത്ത് ചോദിക്കാം, അത് നീ എനിക്ക് സമ്മാനമായി തരണം. 3 കാര്യങ്ങൾ. അവൻ പറഞ്ഞു, 3 അല്ല 30 വേണമെങ്കിലും ഞാൻ തന്നോളാം. ഒന്നാമത്തെ സമ്മാനം. 3 സമ്മാനം ചോദിക്കാൻ പോണേ. ഒന്നാമത്തെ സമ്മാനം ചോദിച്ചതാണ്, മോനെ, നീ ഇന്ന് രാവിലെ പാല് കുടിച്ച കപ്പ് നിന്റെ കയ്യിലുണ്ടാവും. ആ കപ്പ് എനിക്ക് തരാവോ? നീ എന്നും രാവിലെ പാല് കുടിക്കുന്ന കപ്പ് നിന്റെ കയ്യിലുണ്ടല്ലോ, ആ കപ്പ് എനിക്ക് തരാവോ? ഒരു നിമിഷം നിശബ്ദനായി നിന്നതിന് ശേഷം ആ കുഞ്ഞു പറഞ്ഞു, ആ കപ്പ് ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി, അതുകൊണ്ട് നിനക്ക് തരാൻ സാധ്യമല്ല. അവൻ ഭയങ്കര സങ്കടമായി. ഉണ്ണീശ്വരന്, സാരമില്ല, നീ സങ്കടപ്പെടണ്ട, ആ പൊട്ടിയ കപ്പ് നീ എൻ്റെ കയ്യിലേക്ക് തന്നേക്കുക. ഉണ്ണീശ്വർ പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ പൊട്ടിത്തകർന്ന ജീവിതാനുഭവങ്ങൾ പലതും നിന്റെ ജീവിതത്തിലുണ്ട്, അതെല്ലാം എൻ്റെ കയ്യിൽ തന്നേക്കുക. ഞാൻ നിനക്ക് മനോഹരമായൊരു കപ്പായി തിരിച്ചു തന്നേക്കാം. അവൻ ഇച്ചിരി സന്തോഷമായി. ഇനി 2ാമത്തെ സമ്മാനം. അവൻ ആകാംക്ഷയോട് നോക്കി, ഇതെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റിയെങ്കിൽ. അപ്പോൾ ഉണ്ണിയേശു ചോദിച്ചു, നിന്റെ ഇന്നലെ ഇട്ട കണക്ക് പരീക്ഷയുടെ പേപ്പറിങ്ങിതാ. ഇന്നലെ ഇട്ട കണക്ക് പരീക്ഷയുടെ പേപ്പറിങ്ങിതാ. അവൻ, ഇല്ലില്ല, ഞാൻ എൻ്റെ അപ്പായും അമ്മയും ഒന്നും അത് കാണിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ നിന്നെ കാണിക്കുന്നത്? ഇല്ലില്ല. അപ്പം ചോദിച്ചു, അതെന്നാ? ഉണ്ണീശു ചോദിച്ചു, അതെന്നാ? അതിൽ ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് സാറ്റിസ്ഫൈഡ്. ഇത്രയും ഞാനിതിൽ തൃപ്തിയല്ല. അപ്പോൾ അവനാകെ പടസങ്കരായി. അവൻ പറഞ്ഞു, സാരമില്ല, അതെൻ്റെ തന്നോളൂ. നിന്റെ തൃപ്തമല്ലാത്ത, നിന്നെ കുറ്റപ്പെടുത്തുന്ന, നിന്നെ ഒറ്റപ്പെടുത്തുന്ന നിന്റെ സകല കാര്യങ്ങൾ എൻ്റെക്ക് തന്നേക്കുക. ഒന്നുമില്ലായ്മയിൽ നിനക്ക് ഞാൻ 100 മേനി ഫലമായി തിരികെ തന്നേക്കുക. അവന് സങ്കടമായി. 2ഉം കൊടുക്കാൻ പറ്റിയില്ല. ഇനി ഒറ്റയൊരു ചോദ്യം അവസാനിക്കുന്നു, ഒറ്റയൊരു സമ്മാനം കൂടി അവശേഷിക്കുന്നു. ഇനി എന്നായിരിക്കും? 1ൽ പഴിച്ച 3, ഇതെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ അവൻ ചിന്തിച്ചു. അപ്പോൾ ഉണ്ണി ചോദിച്ചു, മോനെ, ഇന്ന് രാവിലെ നീ കുടിച്ച കപ്പ് ഞാൻ ചോദിച്ചപ്പോൾ നീ ഒരു മറുപടി പറഞ്ഞായിരുന്നു. പക്ഷെ നിന്റെ അമ്മ ചോദിച്ചപ്പോൾ നീ എന്ത് മറുപടിയാണ് അമ്മയോട് പറഞ്ഞത്? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ നീ കുടിച്ച കപ്പ് എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ നീ ഒരു ആൻസർ പറഞ്ഞായിരുന്നു. പക്ഷെ നിന്റെ അമ്മ ചോദിച്ചപ്പോൾ എന്ത് മറുപടിയാണ് നീ അമ്മയ്ക്ക് കൊടുത്തത്? അവൻ കരയാൻ തുടങ്ങി. സാരമില്ല, കരയണ്ട, നീ പറഞ്ഞോ, എന്താ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത മറുപടി? ഉണ്ണീശ്വേ, ഞാൻ കള്ളം പറഞ്ഞു, അതെൻ്റെ വീണ് പൊട്ടിയതല്ല, ഞാൻ എറിഞ്ഞു വിടച്ചതാണ്. ഉണ്ണീശ്വർ പറഞ്ഞു, നീ കരയണ്ട, സങ്കടപ്പെടണ്ട, അതും എൻ്റെ കയ്യിലേക്ക് തന്നേക്കുക. മനുഷ്യ ജീവിതമാ മോനെ, ചിലപ്പോൾ കള്ളം പറയേണ്ട ഗതികേടുകളൊക്കെ വന്നേക്കാം, ചീത്തപ്പേര് കിട്ടേണ്ട ഗതികേട് വന്നേക്കാം, കുറ്റപ്പെടുത്തുന്ന ഗതികേട് വന്നേക്കാം, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഗതികേട് വന്നേക്കാം. സാരമില്ല, എൻ്റെ തന്നോ, ഇനിയും നന്നാവാൻ സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളും ഇതുപോലെയാണ്. ഒത്തിരിയേറെ നൊമ്പരങ്ങളും സങ്കടങ്ങളും ഒക്കെ ജീവിതങ്ങളിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നവരാണ് വിളിക്കുന്ന എല്ലാവരും തന്നെ. സങ്കടങ്ങളൊക്കെ ഏറെ ഉണ്ട് നമുക്ക്. ആരും കൂട്ടിയില്ല, ആരും കൂട്ടുകൂടിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, ആരും ചേർത്ത് പിടിച്ചില്ല. എൻ്റെ സങ്കട സമയത്ത് ആരും ഉണ്ടായില്ല. പൊട്ടിച്ചിതറിയ കപ്പ് പോലെ ഞാൻ ചിലപ്പോഴൊക്കെ വീണ് പോയിട്ടുണ്ട്. എത്ര പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാതെ വന്നിട്ടുണ്ട്. ഇന്ന് പുൽക്കൂട്ടിൽ നമുക്ക് വേണ്ടി ജാതനാകുന്ന ഉണ്ണിയേശു പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ, എൻ്റെ കയ്യിൽത്താ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും.
നിന്റെ വീണുടഞ്ഞ ജീവിതങ്ങളും പൊട്ടിത്തകർന്ന ജീവിതങ്ങളും മാറ്റി നിർത്തപ്പെട്ട നിന്റെ ജീവിതങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട നിന്റെ ജീവിതങ്ങളും തച്ചുടയ്ക്കപ്പെട്ട നിന്റെ ജീവിതങ്ങളും നിന്നെ വേണ്ട എന്ന് മാറ്റി നിർത്തിയ ജീവിതങ്ങളും ഒക്കെ എൻ്റെ കയ്യിൽ ഞാൻ നിനക്ക് മനോഹരമായ ഒരു കിരീടം നിനക്ക് ഞാൻ സമ്മാനിക്കാം. കൊടുക്കാൻ തയ്യാറാകാത്തതാണ് നമ്മുടെയൊക്കെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണി പറയുന്ന ഒരു കാര്യമുണ്ട്, തന്നെ ഒരു സന്ദേശം നമുക്കുണ്ട്. നമുക്കുള്ളതൊക്കെ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് അത് ഇരട്ടിയായി വർദ്ധിക്കുന്നത്. ഉണ്ണി യശോദ ചെയ്ത് അവൻ കാലിക്കൂട്ടിലായിരുന്നപ്പോൾ അവനെ കാണാൻ അനേകർ വന്നു. അന്ന് അവൻ ബലഹീനനായിരുന്നു. അവൻ കാൽവരി കയറിയപ്പോഴും കുരിശിന്റെ ചുവട്ടിലായിരുന്നപ്പോഴും അവനെ കാണാൻ അനേകർ വന്നു. അന്നും അവൻ ബലഹീനനായിരുന്നു. അവനെ സഹായിക്കാൻ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവൻ ആരുടെ കരങ്ങളിൽ കൊടുത്തു? പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തു. അതുകൊണ്ട് അവന് ഈ ലോകത്തെ നേടുവാൻ, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, മനുഷ്യനെ നേടുവാനായി സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ക്രിസ്മസ് കാലവും ഇങ്ങനെയായിരിക്കട്ടെ. അനേകർക്ക് സമ്മാനം കൊടുക്കുന്ന ജീവിതമായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതം. അനേകരുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ച് നല്ല ചുറുചുറുക്കോടെ ജീവിക്കുന്ന ജീവിതമായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതം. ഈ ജീവിതങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കരുത്തുറ്റ നല്ല പ്രതിഭകളെ കണ്ടെത്താനും യേശുവിന് വേണ്ടി ജീവിക്കുന്ന കരുത്തുറ്റ പടയാളികളായി ജീവിക്കുവാനും അനേകർക്ക് താൻ ആയിരിക്കുന്ന, താൻ വിശ്വസിക്കുന്ന ദൈവത്തെ ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കുവാനും നമുക്കൊക്കെ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു ഈ ക്രിസ്മസ് കാലം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണിയേശു നമുക്ക് വേണ്ടി വാരി വിതറിയപ്പോൾ, സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചപ്പോൾ നമ്മളും കൊടുക്കേണ്ടത് സ്നേഹമാണ്. ഈ ക്രിസ്മസ് കാലം നമുക്ക് സ്നേഹിക്കാം പരസ്പരം. നമ്മളൊക്കെ ഒരു കൂരക്കീഴിലാണ് ജീവിക്കുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ പേരറിയാമോ, നിങ്ങളുടെ പേര് ഞങ്ങൾക്ക് അറിയാമോ എന്നൊന്നും അറിയില്ല. ഞാൻ ചിലരോടൊക്കെ ചില കുട്ടികളോടൊക്കെ ഇവിടെ ചോദിക്കും, മക്കളെ നിന്റെ പേരെന്നാ? ചിലരോടൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളൊക്കെ പരസ്പരം മിണ്ടണം, ചോദിക്കണം, മക്കളെ നിന്റെ പേരെന്നാ, സിസ്റ്ററിന്റെ പേരെന്നാ? ഇത് ചോദിച്ച് പഠിക്കുമ്പോഴാണ് ഒരു വലിയ സ്നേഹത്തിന്റെ അടയാളമാണ്. നമ്മളൊക്കെ ഒരു കൂര കീഴിൽ കിടന്നുറങ്ങുന്നവരാ. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളും ദൈവവും മാത്രമേ ഉള്ളൂ, നമുക്ക് സംരക്ഷകനായ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൂര കീഴിൽ കിടക്കുന്ന നമുക്കൊക്കെ പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും കൊടുത്തും കൊണ്ടും ഉള്ളതും ഇല്ലായ്മയൊക്കെ ആക്കി തീർത്തും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചും ജീവിക്കാനും ഒക്കെ പഠിപ്പിച്ച് മുന്നേറുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വളരെ പോസിറ്റീവ് എനർജിയോടുകൂടി ആയിരിക്കും. അതുകൊണ്ട് ക്രിസ്മസ് കാലം പരസ്പരം പങ്കുവയ്ക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മളൊക്കെ പല നിറത്തിലുള്ള പെൻസിലുകളാണ്. പെൻസിലുകൾ എങ്ങനെയല്ലേ? ചായ പെൻസിലറിയില്ലേ? ഇപ്പൊ മഞ്ഞ മാത്രം തേച്ചാൽ മഞ്ഞയുടെ ഭംഗി മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ 4 കളറും കൂടി ചേർത്ത് നോക്കിക്കേ, എന്താ ഭംഗിയാണ് അല്ലേ? ഞാൻ പറയുന്നതിനേക്കാൾ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഓർക്കുക, ഒരു ചായക്കൂട്ടിൽ ഒരു നിറം കുറഞ്ഞാൽ അതിൻ്റെ ഭംഗി കെട്ടുപോയി. നമ്മളൊക്കെ ചായക്കൂട്ടിലെ പെൻസിലുകളാണ്. ഈ പെൻസിലുകളെല്ലാം കൂടി ഒന്ന് ചേരുമ്പോൾ മാത്രമേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ആ ഭംഗിക്ക് നമുക്കൊക്കെ നിറം കൂട്ടാം, കളർ കൊടുക്കാം, ജീവിതങ്ങൾക്ക് നിറം പിടിപ്പിക്കാം. ഉത്സാഹത്തോടെ, ഉന്മേഷത്തോടെ ഈ ക്രിസ്മസ് കാലം വരാനിരിക്കുന്ന എല്ലാ കാലങ്ങളും ഒരു നല്ലൊരു 25 എന്ന വർഷം ആഗതമാവുകയാണ്. നന്ദിയോടെ നമുക്കതിനെ സ്വീകരിക്കാം. ജീവിതത്തിൽ വരുന്നത് എന്താണെന്ന് നമുക്കറിയില്ല, എങ്കിലും നന്ദിയോടെ സ്വീകരിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പങ്കുവെപ്പന്റെ അനുഭവത്തോടു കൂടി ഈ ക്രിസ്മസ് കാലവും മറ്റുള്ള കാലങ്ങളൊക്കെ നീങ്ങട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സിസ്റ്റേഴ്സിന്റെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ നേർന്നുകൊണ്ട് കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹാപ്പി ക്രിസ്മസ്. ലാത്തിരി പൂത്തിരി 2024 ഈ ആഘോഷ വേദിയിൽ തന്റെ വാക്കുകൾ കൊണ്ട് നമ്മെ തെല്ലൊന്ന് ചിന്തിപ്പിച്ച നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സെവൻ സിസ്റ്ററിന് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ നമ്മളൊക്കെയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? കേക്ക്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, സമ്മാനങ്ങളില്ലാത്ത ക്രിസ്മസ് പൂർണ്ണമാവില്ല അല്ലേ? അപ്പൊ നമ്മള്